ഹലോ ഗൈസ്, അപ്പം നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ്. രാവിലെ 6:30-ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ പാലക്കാട് ഹൈവേയിൽ കൂടെ കയറി തൃശ്ശൂർ ടണലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം പകർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഏകദേശം 8 മണി 8:30യോട് കൂടിയിട്ട് നമ്മൾ തൃശ്ശൂർ ടണലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടേ പോവുകയാണ്. അങ്ങനെ കൊച്ചി ടച്ച് ചെയ്തു. ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് കുറച്ച് വീഡിയോസും എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോണത് ആലപ്പുഴയിലേക്കാണ്. അപ്പോൾ ആലപ്പുഴയിലും കുറച്ച് നിർത്തി അവിടെ കുറച്ച് ഫോട്ടോസുകളെല്ലാം എടുത്ത് ഹൗസ് ബോട്ടിൻ്റെ ഫോട്ടോസും അവിടെ കുറച്ച് കായലൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പോണത് കൊല്ലത്തേക്കാണ്. അപ്പോൾ ഏകദേശം നമ്മൾ കൊല്ലത്തെത്തുന്ന സമയത്ത് വൈകിട്ട് 5 മണി 5:30 ആ ടൈമിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണ ദിവസം 5:30-ക്ക് നമ്മൾ റൂമിലെത്തിയ ശേഷം നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിറ്റേ ദിവസമാണ് നമ്മുടെ ടൂർണമെൻ്റ് ഉള്ളത്. അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ടൂർണമെൻ്റ് ഉള്ളത്. ഫസ്റ്റ് ദിവസം 4 റൗണ്ടും പിറ്റേ ദിവസം 2 റൗണ്ടും അങ്ങനെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചീന വലയിട്ടത് കണ്ടു. പിന്നെ ഓരോ ബ്രിഡ്ജുകൾ, വലിയ വലിയ ബ്രിഡ്ജുകൾ, അങ്ങനെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോയി. ഇത് കാണുന്നത് കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി പോണ വഴിക്ക് നല്ല കാഴ്ചകളായിരുന്നു. കായൽ 2 സൈഡും കായൽ, പിന്നെ മാംഗ്രൂവ്സ്, അങ്ങനെ നല്ല നല്ല കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് നിർത്തി നിർത്തി പോയിന്നേ ഉള്ളൂ. വരുമ്പോഴാണ് ശരിക്കും നിർത്തി എല്ലാവരുടെയും കണ്ടിട്ട് വന്നത്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. ക്ലൈമറ്റൊക്കെ നല്ലൊരു ക്ലൈമറ്റാണ്. അധികം വെയിലുമില്ല, മഴയില്ലാത്തത്. ഈ കാണുന്നത് നമ്മൾ കുമ്പളങ്ങിയിലുള്ള ബോച്ചെ റിസോർട്ടാണ്. ഇതൊരു നല്ലൊരു റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇത് വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് പോയി. അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ റൂം വരുന്നത്. നല്ലൊരു റിസോർട്ടാണ്. നല്ലൊരു ആംബിയൻസ് നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിറയെ ആക്ടിവിറ്റീസും ഉണ്ട്. അത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് സ്വിമ്മിങ് പൂളുണ്ട്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസുകളെല്ലാം അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസ് ഓരോന്നിൻ്റെയും ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് അതിൻ്റെയൊക്കെ ലൊക്കേഷൻ്റെ ജസ്റ്റ് കുറച്ചൊരു 2 മിനിറ്റ് അങ്ങനെയുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. സ്വിമ്മിങ് പൂളുണ്ട്. ഇതേ കാണുന്നതാണ് സ്വിമ്മിങ് പൂള്. ഇവിടെ ധാരാളം ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടുത്തെ നമുക്ക് വേണമെങ്കിൽ അവിടെ ബോട്ടിൽ നമുക്ക് ചവിട്ട് ബോട്ടാണ്, അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ സൈഡ് ഇതിൻ്റെ അപ്പുറത്ത് ഏകദേശം കൊല്ലം എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കൊല്ലം ഹാർബറിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ധാരാളം മീനുകൾ ഇവിടെ ലേലം വിളിയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ബോട്ടിൽ മീനുകൾ വന്ന് ഇറങ്ങി കൊണ്ടുവരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല നല്ല ഫ്രഷ് മീനുകൾ നമുക്ക് ഇവിടെ ചെന്നാൽ കാണാൻ പറ്റുന്നുണ്ട്. അയിലയാവട്ടെ, നെയ്മീൻ, അങ്ങനെ ഒരുപാട് മീനുകൾ, വെറൈറ്റി മീനുകളൊക്കെ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. അതുപോലെ ബോട്ടിൽ നിന്ന് മീനുകൾ കൊണ്ടുവന്ന് ഇറക്കുന്ന കാഴ്ചയാണ് കണ്ടില്ലേ. കൊണ്ടുപോണ കാഴ്ചകളും കാണുന്നുണ്ട്. പക്ഷേ ഇത് സ്കിഡാണ്, അതിന് അയില, അങ്ങനെ ഒരുപാട് മീനുകളുണ്ട്. പേരറിയാത്ത മീനുകളും കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു, ഇതെല്ലാം നോക്കി. അപ്പോൾ അവർ പറഞ്ഞു മീൻ വാങ്ങിക്കോ, വില കമ്മിയാക്കിയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വീട്ടിലേക്ക് പോണത്. അതുകൊണ്ട് നമ്മളെല്ലാം കണ്ട് മാത്രമേ നിന്നുള്ളൂ. നല്ല കാഴ്ചയാണ്. ഹാർബറിലെ കാഴ്ചകൾ നല്ല കാഴ്ചയായിരുന്നു. മീനുകൾ കൊണ്ടുവരുന്നതും അത് ലേലം വിളിക്കുന്നതും അത് ആളുകൾ വന്നിട്ട് വാങ്ങിയിട്ട് പോണതും നല്ല കാഴ്ചയായിരുന്നു. ധാരാളം ബോട്ടുകൾ നിൽക്കുന്നുണ്ട് നമ്മുടെ സൈഡായിട്ട്. നമ്മളിതൊക്കെ നോക്കി. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും നേരെ പോണത് നമ്മൾ തങ്കശ്ശേരി ബീച്ച്, കൊല്ലം തങ്കശ്ശേരി ബീച്ചിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകൾ ഇതിൻ്റെ എല്ലാം ഫുൾ വീഡിയോ നമ്മൾ ഓരോ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം ഫുൾ വീഡിയോ ആയിട്ട് അത് വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ സൂപ്പർ കാഴ്ചകളാണ്, കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഇതാ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ചന്ദ്ര ഇൻ റിസോർട്ടാണ് നേരത്തെ ബുക്ക് ചെയ്തതായിരുന്നു.
അപ്പോൾ നമ്മളിതേ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ചന്ദ്രൻ റിസോർട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് 3ാമത്തെ ഫ്ലോറാണ്, AC റൂമാണ്. ഇതെല്ലാം നമുക്ക് ആ ടൂർണമെൻറ്റുകാരനെ അവരെല്ലാം കൂടെ സെറ്റ് ചെയ്ത് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല റൂമാണ്, നല്ല സ്പേസ് ഉള്ള റൂമാണ്. ബാത്റൂം ഫെസിലിറ്റീസും എല്ലാം കൊണ്ടും ഓക്കെയാണ്. അപ്പോൾ വന്ന് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമ്മളിതിന് ശേഷം ബീച്ചിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൊല്ലം ബീച്ച്. കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരയായിരുന്നു, അതിശക്തമായ തിര. അതായത് ഇതിൽ ശരിക്കും വിഷ്വൽ കാണുന്നില്ല, അത്രയ്ക്കും പൊക്കത്തിലാണ് തിരമാല വന്നിട്ട് അടിക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിലേക്കൊന്നും ആരും ഇറങ്ങണില്ല. അപ്പോൾ എല്ലാവരും കരയിലിരുന്ന് ഇങ്ങനെ വെറുതെ തിരമാല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡ് ഇങ്ങനെ കുട്ടികൾ മണ്ണിലൊക്കെ ഇങ്ങനെ കുഴിയൊക്കെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പിറ്റേന്ന് നമ്മൾ കൊല്ലം തങ്കശ്ശേരി ബീച്ചിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയും നല്ല കുറേ ഫൺ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും നല്ല തിരമാലയായിരുന്നു. നമ്മൾ ആ കല്ലിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ടും അവിടേക്കും വരെ തിരമാല വരികയാണ്. അപ്പോൾ അത്രയ്ക്ക് ശക്തമായ തിരമാലയായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളിതാ വാച്ച് ടവർ അവിടേക്ക് നമ്മൾ പോയി. അപ്പോൾ ടൈം കഴിഞ്ഞുകൊണ്ട് മുകളിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം അസ്തമന സമയം, സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെ ആ പാറക്കല്ലിൽ കുറച്ച് നേരം നമ്മളിരുന്നു. നല്ല രസമായിരുന്നു. അവിടെയും നല്ല ഒരു ആംബിയൻസ് തന്നെയായിരുന്നു. ധാരാളം വിനോദസഞ്ചാരികൾ ധാരാളം പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടൂർണമെൻറ്റ് കൊല്ലം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടായിരുന്നു ടൂർണമെൻറ്റ്. അവരുടെ ഇനാഗ്രേഷൻ പരിപാടിയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ്ടർ 7 കാറ്റഗറിയാണ്, ഓപ്പൺസും ഉണ്ട്, അണ്ടർ 7 ഗേൾസിൻ്റെയും കൂടിയിട്ടായിട്ടാണ്. അപ്പോൾ നിറയെ കുട്ടികളുണ്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് അവൾക്ക് വൈറ്റ് ബോർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് കളിയും ഇനി മുന്നോട്ടുള്ള ഓരോ വീഡിയോസും നമ്മുടെ വീഡിയോൻ്റെ ഇതായിട്ട് വരുന്നതായിരിക്കും. ബായ്.